ഹായ്, സ്വാഗതം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി മീൻകറിയാണ് കേട്ടോ. മീൻകറി നമ്മളെല്ലാവർക്കും വെക്കാനറിയാം, പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണേ. കിടുക്കാച്ചി ടേസ്റ്റാണ്. ഒരു വെറൈറ്റി മീൻകറിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ക്ലിയറായിട്ട് കാണാൻ ശ്രമിക്കുക. നെയ്യുള്ള മത്തിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ പ്രചോദനം. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ അടിപൊളി മീൻകറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയ്ക്ക് നമ്മുടെ മത്തിയൊക്കെ കഴുകി അല്ല വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് നടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു 4-5 വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നടുവേ കീറിയതാണ്. അത് പൊളിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നടുവേ ഒന്ന് കീറിയതാണ് കേട്ടോ. ഇത് നമുക്ക് അരച്ചെടുക്കണം, പേസ്റ്റാക്കാനുള്ളതാണ്. ഇനി നമുക്കൊരു കഷ്ണം ഇഞ്ചി അതും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നമുക്ക് അരയാൻ എളുപ്പത്തിന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അരയ്ക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്ത 2 തക്കാളിയാണ് കേട്ടോ. ഈ തക്കാളി നമ്മുടെ മീനിൻ്റെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം. ഞാനിവിടെ 1 കിലോ മീനിന് 2 പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതും നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അതിനകത്ത് ചുമ്മാ ഒന്ന് കട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അരയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അല്പം വലിപ്പമുള്ള ചെറിയ ഉള്ളി ആയ കാരണം ഞാനിതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. സാധാരണ ഉള്ളിയൊക്കെ അരയ്ക്കാണ്ട് വഴറ്റി മൂപ്പിച്ചാണ് നമ്മൾ മീൻകറി വെക്കുന്നത് അല്ലേ. നമുക്ക് ഈ രീതി ഒന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഇതും നമുക്ക് ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് നടുവേ ഒന്ന് കീറി കൊടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി ചെറിയ ഉള്ളിയും നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു മൺചട്ടി എടുക്കാം കേട്ടോ. നമ്മൾ മീൻകറി വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയാണ് നല്ലത്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഉലുവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ കരിഞ്ഞു പോകരുത്, ഒരു മൂപ്പായി വന്നാൽ മതി. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാനിവിടെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കരിഞ്ഞു പോകരുത്. നമ്മുടെ പെരുംജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നടുവേ കീറി വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ പേസ്റ്റ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇനി എരിവ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാം. നമുക്ക് അളവിനനുസരിച്ചാണ് മുളക് പൊടി ചേർക്കുന്നത്. ഈ പൊടി ഈ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. പൊടി ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറിൽ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും അതുപോലെ ചെറിയ ഉള്ളിയും കൂടെയുള്ള പേസ്റ്റ് രൂപത്തിലാക്കിയത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അല്പം ഫ്ലെയിം കൂട്ടി വെക്കാം.
ഇപ്പം നമ്മുടെ ചേരുവകളൊക്കെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുക. ശേഷം നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഗ്രേവി വേണ്ട, ഒരു തിക്കായ ഗ്രേവി വേണം വേണ്ട കേട്ടോ. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ കൂട്ടി നമുക്ക് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഉപ്പൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടപ്പുളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളി താല്പര്യമെങ്കിൽ വാളംപുളി ചേർക്കട്ടോ. വാളംപുളി ചേർക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മുടെ കേരളത്തിലെല്ലാവരും ഉപയോഗിക്കുന്നത് കുടപ്പുളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചേർത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു കുറച്ച് സമയമൊന്ന് ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി എന്താണെന്ന് നോക്കാം. നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ടോ. ഇതിലേക്ക് ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ അതുവരെ നമ്മളിട്ട് തിളപ്പിക്കണം കേട്ടോ. ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻ കുക്കാകാൻ വേണ്ടി വെറും 5 മിനിറ്റ് മതി കേട്ടോ. പച്ചമീനായിട്ട് പെട്ടെന്ന് വേഗം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറി റെഡിയായി. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ശേഷം ഒരു 2 തണ്ട് കറിവേപ്പില ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കിടക്കാച്ചി ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി മീൻ കറി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മനോഹരമായ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട്, റോസട്ടൻ ബ്ലോഗ്.